പ്യുവർ ഹണി എങ്ങനെയൊക്കെ തിരിച്ചറിയാന്നുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇന്ന് ഞാൻ വേറെ ഒരു 2 ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹണി ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്ത് നോക്കാം. ബേൺ ചെയ്യുമ്പം കാരമലൈസ്ഡ് ഫോം ആവുകയാണെങ്കിൽ പ്യുവർ ഹണി ആണ്. അല്ല അത് ബബിൾസ് ഫോം ചെയ്യുക, അതേമാതിരി ഈ ഫോംസ് അതായത് നുര പത അങ്ങനെയുള്ള രീതിക്ക് ഫോം ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പ്യുവർ ഹണി, അത് അഡൾട്ടറേറ്റഡ് ഹണിയാണ്. രണ്ടാമത്തെ കാര്യം, തേൻ കട്ട പിടിച്ചു കഴിഞ്ഞാൽ അത് ഫേക്ക് ആയിട്ടുള്ള, അതായത് പഞ്ചസാര ലായനി കട്ട പിടിച്ചതുകൊണ്ടാണ് തേൻ കേടായ തേനാണ് എന്നൊക്കെയാണ് പലരുടെയും വിചാരം. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. തേൻ എന്ന് പറയുന്നത് കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ ആയിട്ടുള്ള തേനാണ് എന്നാണ് അർത്ഥം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേനില് വാട്ടർ കണ്ടന്റ് അത്രയും കുറവുള്ളപ്പോഴാണ് തേൻ എന്ത് ചെയ്യുക, ക്രിസ്റ്റലൈസ് ആവുക. ക്രിസ്റ്റലൈസ്ഡ് ഹണി ആണെങ്കിൽ ഉറപ്പിച്ചോളൂ അത് പ്യുവർ ആയിട്ടുള്ള ഹണിയാണ്. ഒരിക്കലും തേന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കും തോറും ഇതിന്റെ ക്രിസ്റ്റലൈസേഷൻ കൂടും. ക്രിസ്റ്റലൈസ്ഡ് ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആണ്. എന്നിരുന്നാലും നമുക്ക് പ്യുവർ ആയിട്ടുള്ള തേന് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ക്രിസ്റ്റലൈസ്ഡ് ഹണി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്കത് ബോയിൽ ചെയ്ത് നമുക്ക് നോർമൽ ഹണി ആയിട്ട് മാറ്റാൻ പറ്റും കേട്ടോ. അതായത് ജസ്റ്റ് ആ ബോട്ടിലിന്റെ അടപ്പ്, അതിന്റെ ലിഡ് ഊരിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു വാം വാട്ടറിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ക്രിസ്റ്റലൈസേഷൻ ഫോം മാറി നോർമൽ ഹണി ആയിട്ട് മാറും. അപ്പൊ എല്ലാവരും വീട്ടിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.